ചരിത്രം പലപ്പോഴും നമ്മളോട് പറയുന്നത് ഒരേ കാര്യമാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ മാത്രമല്ല, മാറ്റത്തിന് തീ കൊളുത്തുന്നവരാണ്. ആഭ്യന്തര സാംസ്കാരിക സാമൂഹിക വിഷയങ്ങൾ ആഗോളതലത്തിലേക്ക് എത്തിക്കുന്നതിൽ വിദ്യാർത്ഥികൾക്ക് വലിയ പങ്ക് തന്നെയുണ്ട്. ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നേപ്പാളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജെൻസി പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് സാർ, പലർക്കും എന്താണ് ഈ ഒരു പ്രക്ഷോഭം എന്നുള്ളതിനെ പറ്റി ഐഡിയ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് അതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാം. യെസ്, ഇപ്പോൾ നേപ്പാൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി രാജ്യമാണ്. 2006 വരെ അവിടെ രാജഭരണമായിരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിനുശേഷമാണ് അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വരികയും ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ഐഡിയയിലേക്കൊക്കെ അവർ പോകുന്നത്. പക്ഷേ ഈ ഒരു 10-15 വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 14 തവണ അവിടെ ഗവൺമെന്റ് മാറിയിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കലി ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ. അത് മാത്രമല്ല, തൊഴിലില്ലായ്മ, സാമ്പത്തിക മാന്ദ്യം, അത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ ഒരുപാട് കാലമായിട്ട് അവിടെ ഉണ്ട്. സോ അതൊക്കെ അതിനൊക്കെ ട്രിഗർ ചെയ്യുന്ന രീതിയിലാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 4 അവിടെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ബാൻ വന്നതോടുകൂടി അവിടെയുള്ള യൂത്തിന്റെ ഒരു മേജർ ആയിട്ടുള്ള അവരുടെ ഇൻകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിരുന്നതും ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി തന്നെയായിരുന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ സഡൻ ആയിട്ടൊരു ബാൻ വന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മാസമായിട്ടുള്ള രീതിയിലൊരു അജിറ്റേഷൻ അവിടെ ഉണ്ടാവുകയുണ്ടായി. ആൻഡ് ഈ അജിറ്റേഷനെ മെയിൻ ആയിട്ട് ലീഡ് ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതുപോലെ തന്നെ നമ്മൾ ഹിസ്റ്ററിയിലേക്ക് കടന്നു ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡന്റ് ലെഡ് മൂവ്മെന്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? യെസ്, അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് കഴിഞ്ഞ വർഷം ജൂലൈ, അതായത് 2024 ജൂലൈയിൽ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുള്ള ജൂലൈ റവല്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ റിസർവേഷൻ കോട്ടയിൽ സുപ്രീം കോടതിയുടെ ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വിധി വരെയാണ് അതിനെ മാറ്റിക്കൊണ്ടുള്ള. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് യൂത്ത് അജിറ്റേറ്റഡ് ആവുകയും അവർ തെരുവിലിറങ്ങുകയും അവിടുത്തെ ഗവൺമെന്റ് തന്നെ അട്ടിമറിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യെസ്, ഇതിനു മുമ്പ് തന്നെ ഇതുപോലെ തന്നെ 2022 ശ്രീലങ്കയിൽ ഇതുപോലെയുള്ള ഒരു മൂവ്മെന്റ്, സ്റ്റുഡന്റ് ലെഡ് മൂവ്മെന്റ് നടക്കുകയുണ്ടായി. അവിടെ ഉണ്ടായ ഒരു മേജർ ആയിട്ടുള്ള എക്കണോമിക് ക്രൈസിസിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾ മുമ്പോട്ട് വരികയും പ്രതിഷേധിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ ബാനും മറ്റു കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻസും ഒക്കെ നടക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ടും അവിടുത്തെ ഗവൺമെന്റിന്റെ റൂളിംഗ് തന്നെ മാറുകയുണ്ടായി. ഇതുപോലെ തന്നെ 1974 പാട്ന യൂണിവേഴ്സിറ്റിയിൽ ആരംഭിച്ച ഒരു മൂവ്മെന്റ് ആയിരുന്നു JP മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഫുഡ് ഗ്രെയിൻസിന്റെ പ്രൈസ് കൂടുന്നു, അതുപോലെ തന്നെ കറപ്ഷൻ, നെപ്പോട്ടിസം, എഡ്യൂക്കേഷൻ റിഫോംസിന്റെ കുറവ്, ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വിദ്യാർത്ഥികൾ മുമ്പോട്ട് വരികയും പ്രതിഷേധിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്നത്തെ ബീഹാർ മുഖ്യമന്ത്രി ആയിട്ടുള്ള നിതീഷ് കുമാർ, അതുപോലെ തന്നെ മുൻ ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്ന ലല്ലു പ്രസാദ് യാദവ്, ഇവരെല്ലാവരും തന്നെ ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1974 ഈ മൂവ്മെന്റിന് തൊട്ടടുത്ത വർഷമായിരുന്നു 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വരുന്നത്. സോ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതാണ് JNUവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നടന്നിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇതുപോലെയുള്ള രീതിയിലേക്ക് ആ ഒരു പ്രക്ഷോഭം മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടികളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച്, പ്രസ്, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് എന്നിവ ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അജിറ്റേഷൻ ഇത്രയും ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രൊട്ടസ്റ്റ് ആണ് 1989 ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ജൂലൈ 4th ഇൻസിഡന്റ് എന്നും അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ആളുകൾക്ക് കൂടുതൽ ഫ്രീഡം വേണമെന്നും അതുപോലെ തന്നെ അഴിമതിയെ പ്രതിരോധിക്കാനും ഇത് കൂടാതെ ഒരു രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിൽ ആളുകൾക്ക് കൂടുതൽ വോയിസ് വേണം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു ടിയാനൻമെൻ സ്ക്വയർ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് മെയിൻ ആയിട്ട് ഇതിന്റെ ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് തന്നെയാണ്. എനിക്കൊന്ന് അന്നത്തെ ആ രാജ്യത്തുണ്ടായിരുന്ന പല ആളുകൾക്കും, കോമൺ ആയിട്ടുള്ള പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് പറയാൻ വളരെയധികം ഭയമുണ്ടായിരുന്നു. എന്നാൽ അവരുടെ എല്ലാം ശബ്ദമായിട്ട് അന്ന് മാറിയത് ഈ പറയുന്ന വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നു ഈ ഒരു പ്രൊട്ടസ്റ്റിന് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ മാറ്റത്തിനായി നിലകൊള്ളുന്ന ഒരു ആഗോള പ്രതീകം അഥവാ ഒരു ഗ്ലോബൽ സിംബൽ ആണ് യൂത്ത് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. പാട്ന മുതൽ ഇന്നത്തെ നേപ്പാൾ വരെ ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നത് ഒരേ ഒരു സത്യമാണ്: സ്വാതന്ത്ര്യം എപ്പോൾ ഭീഷണിയിലാവുന്നോ അവിടെ ആദ്യം പ്രതികരിക്കുന്നത് വിദ്യാർത്ഥികളായിരിക്കും. ഒരുപക്ഷെ ഷോർട്ട് ടേമിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഒരു നെറ്റ് എഫക്ട് ഉണ്ടാവണമെന്നില്ലെങ്കിൽ പോലും ലോങ് ടേമിൽ അവരുണ്ടാക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ്. ഓർക്കുക, യുവാക്കളുടെ ശക്തി അവരുടെ സ്വപ്നങ്ങളിൽ മാത്രമല്ല, ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അവരുടെ ധൈര്യത്തിൽ കൂടിയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.